നമസ്കാരം. സ്വാതന്ത്ര്യാനന്തരം വളരെ കാലം UCC അഥവാ യൂണിയൻ സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം, ഇതൊക്കെ വളരെ വർഷങ്ങളായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ചർച്ചാ വിഷയമാണ്. ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ BJPയുടെയും RSSൻ്റെയും എല്ലാം ഒരു വർഗീയ അജണ്ട എന്ന രീതിയിലാണ് ഒരു പരിധിവരെ രാജ്യം ഇതിൻ്റെ ആദ്യ നാളുകളിൽ ചർച്ച ചെയ്തത്. എന്നാൽ ഇപ്പോൾ രാജ്യത്ത് ആ അഭിപ്രായമല്ല. രാജ്യത്തെ കോടതികൾ പോലും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ സമയമായില്ലേ എന്ന് സർക്കാരിനോട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായ ഒരു പൊതുബോധം, ഇത്തരമൊരു നിയമപരിഷ്കാരം വേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതൊക്കെ വളരെ പോസിറ്റീവായി തന്നെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകീകൃത സിവിൽ നിയമം കേന്ദ്ര നിയമമായി വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യുകയാണ്. പ്രധാനമന്ത്രി നേരത്തെ തന്നെ ഏകീകൃത സിവിൽ കോഡിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഏകീകൃത സിവിൽ കോഡ് എന്നല്ല ഉപയോഗിച്ചത്, മതേതര സിവിൽ കോഡ്. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ വ്യക്തി നിയമങ്ങൾ ഇന്ത്യയിലുള്ളത്. അത് ഇത്രയും വലിയ ഒരു രാജ്യത്ത്, വിവിധ മതവിശ്വാസികൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള മത നിയമങ്ങൾ അത് പറ്റില്ല. ഇങ്ങനെ ഒരു നിയമം വെച്ചുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. രാജ്യം യഥാർത്ഥത്തിൽ മതേതരമാകണമെങ്കിൽ മതേതര സിവിൽ കോഡ് ഉണ്ടാകണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നിലധികം വേദികളിൽ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് കേന്ദ്ര നിയമം അത് പണിപ്പുരയിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ആദ്യ ചുവട് വെച്ചത് അത് ഉത്തരാഖണ്ഡ് സർക്കാരാണ് എന്ന് നമുക്കറിയാം. 2022 തിരഞ്ഞെടുപ്പിൽ തുടർഭരണം നേടിയാൽ തങ്ങൾ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന പുഷ്കർ സിംഗ് ധാമി പറഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി, അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം ആദ്യം ഒപ്പിട്ടത് ഈ ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ളൊരു സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനമായിരുന്നു. സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ പലരും പുഷ്കർ സിംഗ് ധാമിയെ കളിയാക്കിയിരുന്നു. പക്ഷേ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാപരമായി അത് പാസ്സാക്കാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ട് എന്നായിരുന്നു. ആ രീതിയിലാണ് അവിടെ ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന നിയമവുമായി അദ്ദേഹം മുന്നോട്ട് പോയത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു, അതിനുശേഷം ബില്ലുണ്ടാക്കുന്നു, ആ ബില്ല് നിയമസഭയിൽ പാസ്സാക്കുന്നു. നിയമസഭയിൽ ഈ കഴിഞ്ഞ 2024 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് ഈ നിയമം ഉത്തരാഖണ്ഡ് നിയമസഭയിൽ പാസ്സാക്കുന്നത്. അതിനുശേഷം പ്രസിഡന്റിൻ്റെ അനുമതി മാർച്ച് 13 ലഭിക്കുന്നു. അതോടുകൂടി UCC അഥവാ ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നിയമമാകുന്നു. ഏകീകൃത സിവിൽ കോഡ് നിയമമാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾക്ക് മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഇത് ചട്ടങ്ങൾക്ക് അനുമതി നൽകിയത്. ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിനും പഠിച്ചതിനും ശേഷമാണ് ഈ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുള്ളതും അതിനുശേഷമാണ് മന്ത്രിസഭയുടെ അനുമതി നൽകിയിട്ടുള്ളത് എന്നും പുഷ്കർ സിംഗ് ധാമി സർക്കാർ അറിയിക്കുന്നു. മാത്രമല്ല, ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന ഒരു വാഗ്ദാനം ഞങ്ങൾ 2022 ജനങ്ങൾക്ക് നൽകിയിരുന്നു. 2 വർഷം കൊണ്ട് തന്നെ ആ നിയമം പാസാക്കി അതിൻ്റെ ചട്ടങ്ങൾ നിയമിച്ചത് നടപ്പിലാക്കാൻ പോകുന്നു. ഉചിതമായ ഒരു തീയതി ഉടൻ തന്നെ സർക്കാർ അറിയിക്കും. ഈ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്നതിനുള്ള തീയതി ഉടൻ തന്നെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ പുഷ്കർ സിംഗ് ധാമി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയിൽ ചരിത്രം കുറിക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ. ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കാൻ പോകുന്ന ആദ്യ സംസ്ഥാനവും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ കൊഹ്ന, കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.